സഹോദരി സഹോദരന്മാരെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാനിൻ്റെ ഒരാഴ്ച നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നാം എന്നും സൂചിപ്പിക്കാറുള്ളത് പോലെ ഓരോ ദിവസവും ഓരോ നോമ്പും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ഞാനെന്ത് നേടി എന്നൊരു ചിന്ത നമുക്ക് നല്ലതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വ തഖ്വ. അല്ലാഹുവേ, എനിക്ക് നീ സന്മാർഗം നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ എനിക്ക് ജീവിത വിശുദ്ധി നൽകണമേ. അഥവാ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഉദവിയും തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖും നൽകണമേ എന്ന് റസൂലുള്ളാഹ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ഹുദ എന്നത്, സന്മാർഗം എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. അളവറ്റ ദയാപരനായ പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഏറ്റവും അത്യുന്നതമായ പദവിയാണ് സന്മാർഗം എന്നത്. ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ ജരാനരകൾ ബാധിച്ച് തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങി സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ പുണ്യ റസൂലിനെ പിതാവും മാതാവും മരിച്ചതിന് ശേഷം ഏറെ സ്നേഹത്തോടുകൂടി പോറ്റി വളർത്തിയ അബൂ ത്വാലിബിന് ഹിദായത്ത് കിട്ടാൻ റസൂലുള്ളാഹ് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. മാത്രമല്ല, അബൂ താലിബിൻ്റെ അടുത്ത് അവസാന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കൂ എന്ന് കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിലൂടെ ഒഴുക്കിക്കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞു. പക്ഷേ അബൂ ത്വാലിബിന് സന്മാർഗം ലഭിച്ചില്ല. ഈ സംഭവത്തിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഇതൊരു വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ്, വളരെ മഹത്തായ ഒരു സമ്മാനമാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ നമുക്ക് വേണ്ടി സന്മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് ചെയ്യുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നാം നമ്മോട് ചോദിക്കണം, നമുക്ക് സന്മാർഗം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതെല്ലാം ബാത്തിലാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് റിയാ എന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. റിയാ പാടില്ല. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക. അത് ഇബാദത്തുകളാവട്ടെ, സ്വതക്ക നൽകലാവട്ടെ, സക്കാത്ത് നൽകലാവട്ടെ, ഇതൊക്കെ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ അത് റിയാ ആണ്. അവർക്ക് സന്മാർഗം ലഭിക്കൂല. എത്രത്തോളം എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതിശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന, ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുണ്യ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന സത്യനിഷേധികളുടെ ശിരസ്സുകൾ തൻ്റെ മിന്നുന്ന വാൾത്തലപ്പാൽ ഛേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സഹാബിയെ നോക്കി റസൂലുള്ള പറഞ്ഞു, ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. 3 തവണ ആവർത്തിക്കുന്നു. സഹാബിമാരാകെ അന്തം വിടുകയാണ്. എന്താണ് റസൂലേ? റസൂൽ ഒന്നും മിണ്ടിയില്ല. പുണ്യ റസൂലിന്റെ കാരുണ്യത്തിന്റെ നിറകുടമായ പുണ്യ റസൂലിന്റെ മുഖം ചെമന്നു. ആ സന്ദർഭത്തിലാണ് സത്യനിഷേധിയുടെ ഒരു വാളിന്റെ വെട്ടൽ ഈ ശക്തമായി സത്യവിശ്വാസത്തിന്റെ നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്നത് പോലെ സത്യത്തിന്റെ ശത്രുക്കളുടെ ശിരസ്സറുത്ത് മുന്നേറുന്ന ആ സഹാബിക്ക് ഒരു വാളിന്റെ വെട്ടേൽക്കുന്നു. ആ വെട്ട് അതിന്റെ വേദന സഹിക്കവയ്യാതെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് നെഞ്ചത്ത് കുത്തി ആത്മഹത്യ ചെയ്യുന്നു. റസൂലുള്ള ആ മനുഷ്യനെ നോക്കിയിട്ടാണ് മുൻപ് പറഞ്ഞത് ഹുവ ഫിന്നാർ. അതിന്റെ അർത്ഥം ഇയാൾ വലിയ ആളാണെന്ന് ജനങ്ങൾ കരുതിക്കോട്ടെ, വലിയ യോദ്ധാവാണെന്ന് ജനങ്ങൾ കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടം മുഴുവൻ. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും മഹത്തായ ഒരു സംഗതിയാണ് ജിഹാദ്. ആ സന്ദർഭത്തിൽ പോലും റിയാ ഉണ്ടായപ്പോ, മറ്റുള്ളവരെ കാണിക്കുക എന്ന ഒരു ചിന്ത മനസ്സിന്റെ ഏതോ ഒരു തലത്തിൽ സ്പർശിച്ചപ്പോ അദ്ദേഹത്തെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളിൽ റിയാ വന്ന് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ നിർബന്ധപൂർവം നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് തഖ്വയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പബ്ലിക്കായി ഉള്ള ജീവിതത്തിലല്ല, പൊതുജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ ഞാനും നിങ്ങളും വളരെ നല്ലവരാണ്. പക്ഷേ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കാണ് കൂടുതൽ അറിയുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി പരിശോധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ വെറും നഷ്ടപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മുഴുവൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ, നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് വരണം. നമ്മുടെ കൽബിൽ തട്ടുന്ന, കൽബിനെ ഇളക്കിമറിക്കുന്ന നമ്മുടെ ഇബാദത്തുകളാണ് തീർച്ചയായും നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് ഹുദ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തഖ്വയുണ്ടാവാനും പ്രാർത്ഥിച്ചു. എന്നിട്ട് തഖ്വയെ കുറിച്ച് എന്താ പറഞ്ഞത്? നമുക്കെല്ലാവരും കേൾക്കുന്നവരല്ല, എല്ലാ വെള്ളിയാഴ്ചയും തഖ്വയെ കുറിച്ച്, സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. തഖ്വയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് വരേണ്ടത്. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ജിസാമിക്കും വലാകി യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഅൽമാലിക്കും. അല്ലാഹു നിങ്ങളുടെ രൂപഭംഗിയിലേക്ക് നോക്കൂല. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കാണ് നോക്കുക. അതുകൊണ്ട് ഹൃദയം ശുദ്ധമാക്കുക. ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് മുളപൊട്ടുന്ന, ശുദ്ധമായ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് തികട്ടി വരുന്ന ദുആ ഉണ്ടല്ലോ, അത് നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ ഉണ്ടാക്കും. ആ കണ്ണുനീർത്തുള്ളികൾ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങുമ്പോ പടച്ച തമ്പുരാൻ
നമ്മുടെ എല്ലാ പാപക്കറകളും കഴുകിക്കളയും. അതുകൊണ്ട് പാപങ്ങളുടെ മൗലീദിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അത് തെറ്റാണ്. അതായത് പാപങ്ങളുടെ വാഹനങ്ങളിൽ കയറി ഞാൻ സഞ്ചരിക്കുന്നു, എന്റെ പാപങ്ങൾ പുറത്തു തരണേ, അല്ലെങ്കിൽ എന്റെ പാപങ്ങൾ കഴുകിക്കളയണേ പ്രവാചകരെ എന്നാണ് പ്രാർത്ഥന. പക്ഷെ അതിന്റെ അവസാനം വരി നമ്മൾ മാറ്റി നിർത്തുക, നമ്മൾ പാപങ്ങളിൽ കയറിയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ആ പാപക്കറകൾ തീർത്ത് കളയാൻ നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ കാരണമാകും. അള്ളാന്റെ റസൂൽ ഒരിക്കൽ നമ്മളെ പഠിപ്പിച്ചല്ലോ, ഹൃദയത്തിൽ നിന്ന് വരുന്ന കരച്ചിലുണ്ടല്ലോ, ഒറ്റയ്ക്ക് അള്ളാഹുവിന്റെ നാളെ മരണത്തെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടുള്ള കരച്ചിലുണ്ടല്ലോ, തമ്പുരാനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ചിന്തയിൽ നിന്നുണ്ടാവുന്ന കണ്ണുനീർത്തുള്ളികൾ ഉണ്ടല്ലോ, അങ്ങനെ കണ്ണീർ പതിച്ച ഒരാളെ നരകം സ്പർശിക്കൂല. ഏതുപോലെ കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം ഇത്തരം ആളുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ ഇബാദത്തുകളുടെ ആത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രാർത്ഥന കൃത്യമായി മുന്നോട്ട് പോകണം. കാരണം ഈ പ്രത്യേക സാഹചര്യം പ്രാർത്ഥിച്ചേ പറ്റൂ. നമുക്കറിയാലോ, മദ്യവും മയക്കുമരുന്നും MDMA-യും യുവത്വത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുമക്കളെ ആകെ അപ്പാടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മുടെ കൗമിൽപ്പെട്ട ഒരു മനുഷ്യൻ MDMA വിഴുങ്ങി മരിച്ചു. 10-22 വയസ്സായ ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരമായ പേരാണ്. 4-5 പേരെ കൊന്നൊടുക്കിയവൻ, പേര് മുഅ്മിനാണ്, മുസ്ലിം ആണ് പേര്. മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് സന്ദർഭത്തിലാണ് ശൈത്താൻ അവരെ പിടികൂടുക എന്ന് പറയുക സാധ്യമല്ല. പ്രാർത്ഥിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാരും കേട്ടില്ലേ, രാജസ്ഥാനിൽ, നമ്മുടെ രാജ്യത്ത്, ഫലസ്തീനിലേക്കൊന്നും പോണ്ട, നമ്മുടെ രാജസ്ഥാനിൽ എന്താ സംഭവിച്ചത്? ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് സൈബർ കുറ്റം ആരോപിച്ചുകൊണ്ട് ഇന്ത്യൻ പോലീസ്, രാജസ്ഥാൻ പോലീസ് കടന്നു കയറുകയും ഒറ്റമുറി വീട്ടിലെ വാതിൽ ചവിട്ടി പൊളിച്ച് കയറി അവിടെ 1.5 മാസം പ്രായമുള്ള കുഞ്ഞുമോനെ ചവിട്ടി ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ചതച്ചു, അട്ടഹസിച്ചു. ഈ ഒരു അവസ്ഥ മുസ്ലിം ഉമ്മത്തിന് വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ശരിയായ മുന്നോട്ട് പോക്കിന് വേണ്ടി നമ്മൾ അകമഴിഞ്ഞ് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ഒരുപാട് തെമ്മാടി ഭരണാധികാരികൾ ലോകത്ത് മുഴുവൻ വന്നു പോയിട്ടുണ്ട്. ഫിറഔൻ ഉണ്ടായിട്ടുണ്ട്. ഫിറഔനെ തകർത്ത റബ്ബ് ഇത്തരം ഭരണാധികാരികളെയൊക്കെ തകർക്കാൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് നമ്മളിൽ നിന്നുണ്ടാവണം. മൂസയുടെ പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാവണം. മൂസയുടെ വടി നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കണം. അതിന് കഴിയും. അതിന് ഈമാൻ വേണം. ഈമാൻ വേണം. ആ ഈമാനിലൂടെയാണ് ഹുദ ലഭിക്കുക, തഖ്വ ലഭിക്കുക. നല്ല ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രാർത്ഥനകൾ ഉണ്ടാവണം. സ്വന്തത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, ലോകത്തെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. കരുണാമയനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും സന്മാർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റിയാ ഇല്ലാത്ത ഒരു മനസ്സുമായി പടച്ച തമ്പുരാനിലേക്ക് ഇരുകരവും നീട്ടിക്കൊണ്ട് കണ്ണീർ വാർക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.